ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംഗതി ഈ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. രണ്ട്, ഈ ശബരിമല നോക്കൂ, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രധാന സ്ഥലമാണ് വിശ്വാസികളെ സംബന്ധിച്ച്. ആ നിലയ്ക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സുരക്ഷാപരമായിട്ടൊക്കെ ഉള്ള പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കോടികൾ വാല്യൂ ഉള്ള എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ വാല്യൂ എടുക്കണം, അതിൻ്റെ ആൻറ്റിക് വാല്യൂ എടുക്കണം, അതിനപ്പുറം പോയി വിശ്വാസപരമായ വാല്യൂ ഉണ്ട്. ആൻറ്റിക് വാല്യൂ കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ്റെതാണല്ലോ, ഒരു തൊണ്ട് ഇതെങ്കിൽ കോടാനുകോടി കൊടുത്ത് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ആ സ്വത്ത് വളരെ അടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു പോറ്റി ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ആസൂത്രണവും സംരക്ഷണവും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പിടിക്കപ്പെടാത്ത വിധമുള്ള സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. പലതവണ പോറ്റിക്ക് കോൺട്രാക്റ്റുകൾ കിട്ടുന്നത് ചെറിയ കാര്യമല്ല. പോറ്റി അവിടെ ഒരു നിരക്കുള്ള തടസ്സങ്ങളില്ലാതെ കയറി ഇറങ്ങാനും ഇതൊക്കെ എടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു കുറച്ച് ദിവസം. ശബരിമലയിലെ സ്വർണ്ണം എന്ന് പറയുന്ന സംഗതി എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ കസിൻസ് പറഞ്ഞില്ല ഇവിടെ കൊണ്ട് വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സംഗതി എന്താണ്? ശബരിമലയിലെ സ്വർണ്ണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമായിരുന്ന ഒരാൾ എങ്ങനെ ഇത്ര കാലം സംരക്ഷിക്കപ്പെട്ടു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഒരു ഭരണകൂടം അധികാരമേൽക്കുന്നത് പൊതുമുതൽ സംരക്ഷിക്കുമെന്നും കാത്തു സൂക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്. അത് പരിപാലിച്ചിട്ടില്ല എന്ന പ്രശ്നമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംഗതി ഈ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് ശബരിമല എന്നത് CPM ഇനിയും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി നിൽക്കെ അത് വലിയ കുരുക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതിൽ തന്നെ തുടക്കം മുതലേ കേൾക്കുന്ന പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര്. അദ്ദേഹം അന്ന് ദേവസ്വം മന്ത്രിയാണ്. A. പത്മകുമാർ ഒറ്റയ്ക്ക് മാത്രം നിർവഹിച്ച ഒന്നാണോ? A. പത്മകുമാറിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല? പത്മകുമാറെ എന്തിന് CPM ഈ ചതി ചെയ്തുവെന്ന് ചോദിക്കാൻ CPM-മാർക്ക് കഴിയാത്തത് എന്താണ്? നമ്മുടെ പാർട്ടി തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ തവണയും നമ്മൾ ശബരിമലയുടെ പേര് തോറ്റു. ഇത്തവണയും ശബരിമല ഒരു തോൽവിയുടെ പ്രധാന കാരണമായി. പത്മകുമാർ എന്തിനീ ചതി ചെയ്തു? ഞങ്ങളുടെ ഇവിടെ ഇനി വേണ്ട എന്താണ് ആ പാർട്ടി പറയാത്തത്? അപ്പം അങ്ങനെ പറയാൻ കഴിയാത്ത വിധമുള്ള നേതൃബന്ധങ്ങൾ ഈ കേസിനകത്തുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. പാർട്ടി ഇപ്പം എന്തുകൊണ്ടാണ് CP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പല ആൾക്കാരെയും പൂർണ്ണതോതിൽ തള്ളിപ്പറയാൻ കഴിയാതെ വരികയും അവരുടെ കല്യാണത്തിന് വേണ്ടി വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രതികൾ ഉറക്കെ സംസാരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം എന്നതുകൊണ്ടാണ്. ഒരു ക്രിമിനൽ സംഘം എന്ന പേരിൽ അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് പത്മകുമാറിനെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നില്ല? പത്മകുമാർ തന്നെയും വേറെ ദൈവതുല്യനായ ആളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് വരുന്നത് കൊണ്ടാണോ അതോ ഇനി മറ്റാരുടെയെങ്കിലും പേര് വരുമെന്ന ഭയപ്പാടാണോ ഈ പാർട്ടിയെ ഇപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത നിലപാടിൽ നിലനിൽക്കാൻ നിർബന്ധിക്കുന്നതെന്ന ക്വസ്റ്റ്യൻ ജനത്തിനുണ്ട്. അത് ആൻസർ ചെയ്യാൻ CPM പറ്റിയിട്ടില്ല.